സോറി. അപ്പൊ ഗൈസ് ഡേ 3 ഇൻ ട്രെയിൻ. നമ്മളിപ്പോ ഛത്തീസ്ഗഡിലാണുള്ളത്. കറക്റ്റ് തെലുങ്കാന കഴിഞ്ഞപ്പോ മനസ്സിലായി തെലുങ്കാന കഴിഞ്ഞത്. അമ്മാരി അല്ലേ, മഹാരാഷ്ട്രത്തിൽ അമ്മാരി തണുപ്പ് പറഞ്ഞ പെരും തണുപ്പ്. അതൊന്നാമത് ഈ കിണ്ടിന്റെ ഇടയിൽ കൂടെയുള്ള കാറ്റടിച്ചിട്ട് പിന്നെ കാശ്മീർ ട്രൗസർ അയച്ചിട്ട് നടക്കുന്നൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ പോയാലോ നടക്കും എനിക്ക് തോന്നിട്ട് ഇറങ്ങലിച്ചിന്റെ കുട്ടി പാവം. കാശ്മീരിൽ എങ്ങനെ നിക്ക പറയും, വെയിലായിട്ട് വേണം ഉറങ്ങാൻ. ഇതെന്താണ് ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത നിന്നോ? നമ്മളെല്ലാ പോകിന്നുള്ള ആൾക്കാരൊന്നും ഹിന്ദിക്കാരടി നല്ല സുഖം. ഒച്ചപ്പാടുണ്ടാക്കല്ലേ. നിസാമിക്ക് കറക്റ്റ് ഒരു കാശ്മീരിന്റെ ലുക്കില്ലേ. ട്രെയിൻ നിർത്തിയിട്ട് പൊരുത്തന് പോഞ്ഞിക്കാരാണ്. അപ്പൊ ഗൈസ് ഇനി നമുക്ക് നേരെ വിളിച്ചിട്ട് കാണാം. ഓക്കെ പടം നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്യക്കാറ്റിൽ ഇടോ AC ലൈഫ് എങ്ങനെയുണ്ട്? നല്ല കാഴ്ചകൾ കണ്ടോ? കിളി മാറിയാണ് പാവം. ആരുമില്ലടാ, ഒരു സീറ്റോടെ ബാക്കിയുണ്ട്. ഞാൻ ഒറ്റ കാര്യം ടെൻഷനാണ്. നിങ്ങൾ പുറത്തെ കാഴ്ചകളുണ്ടോ? ഞാനിങ്ങനെ കിടന്നുറങ്ങി. കമ്പിളിപ്പോപ്പിന്റെ മറ്റേ ഷോക്സാ കാശ്മീരിൽ നിന്ന് എടുക്കാൻ വേണ്ടി വെച്ചതാ. എല്ലാ സാധനവും ഉണ്ട് ഇപ്പൊ ബാഗിലുള്ള എല്ലാ സാധനവും ഉണ്ട്, ശരീരത്തിലുണ്ട്. നിക്കടാ ഇവിടെ എടുത്തുണ്ട്. अरे भैया कोई दे दो भैया भैया ए भैया भैया. തെലുങ്കാനന്ന് ടീഷർട്ട് മാത്രം ഇട്ടിട്ട് കാശ്മീര് വരെ പോകുന്നു. അല്ലെങ്കിൽ അൽഫാം വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി ഒക്കെ ഇവിടെ താലിബാനിലെ തീവ്രവാദികളെ ഇരിക്കുന്നു ഇവിടെ. അല്ലെങ്കിൽ കൊറേ പൊക്കൊൽത്തീനി. आपको नाल चपाती मिलेगा, आपको राइस नहीं आएगा, विराट राइस. नाल चपाती रहेगा, रुंड करी रहेगा, सांबर रहेगा. 130 का प्लेट आएगा पूरा. 130. നമുക്ക് എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? നല്ല ഫുഡായിരിക്കും. इसमें कैंटीन है, स्टेशन से गाड़ी निकल जाएगी तो बोलना चाहिए. इसमें कैसे എന്തോ കാര്യമായിട്ട് പറയണം. ഇതിപ്പോ എല്ലാരും ഹിന്ദി സെറ്റ് ആക്കാണ് മുപ്പത് വർത്താനം പറഞ്ഞിട്ട്. അതല്ല, വെളിയിൽ നിന്ന് പറഞ്ഞ ടീമുകളൊന്നുണ്ടായിരുന്നു. ഒരു കുട്ടികളൊക്കെ വെളിയിൽ പറഞ്ഞു വെച്ചിട്ടേ പിന്നെയും ട്രെയിനിൽ കയറിയിട്ട് ഓടി എടുത്തിട്ട് എന്നാ ഉള്ളിൽ വെക്കുക. പിന്നെ കുറെ രുദ്രാക്ഷത്തിന് പണി വിൽക്കുന്ന ആൾക്കാരാണ് അവര് ഒരു ബക്കറ്റ് രുദ്രാക്ഷം മൊത്തം വെളിയിലിട്ട് വന്ന് ട്രെയിൻ കയറി. ഒരു ബണ്ടൊക്കെ ഉണ്ടായിരുന്നു അറിയാം, തുണിയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം വെളിയിൽ മിസ്സാക്കി അവര്. ചെറിയ കുഞ്ഞുവടയാണല്ലോ. എന്താ പാടുന്നത് ചോദിച്ചോക്കി കാണാം. എന്നാലും കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻസി കുഴപ്പമില്ലടാ. കഴിക്കുമ്പോ മനസ്സിലൊരു സാധനമാണ് കക്കൂസിൽ വെള്ളമില്ല. അപ്പൊ അത് വെച്ചിട്ട് കഴിക്കാനുള്ള ഇഡലി ആകെ 4 ആയിട്ടുള്ളൂ. അപ്പൊ ഓരോരുത്തർ ഹാഫ് ഇഡലി വെച്ചിട്ട് കഴിക്കാം. പിന്നെ 2 വടയുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചപ്പാത്തി ഉണ്ട്, ഇത്തിരി അതിൽ മുക്കി തിന്നാം. താത്താറിൽ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇതിന്റെ അകത്ത് സത്യത്തിൽ കഴിച്ചാൽ വെച്ച് പോണോ അല്ല കഴിഞ്ഞ് ആളില്ലാത്ത കുടിഞ്ഞ അവിടെ ഓരോരുത്തർ പല്ലുവെച്ചോണ്ട് ഇടങ്ങാറാക്കി.
അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഭോപ്പാലാട്ടോ. ഭോപ്പാൽ ജംഗ്ഷനിലാണ് എത്തിയത്. എങ്ങനെയുണ്ട് അമ്മണി ഭോപ്പാൽ ജംഗ്ഷൻ? ഭയങ്കര വൃത്തികേടാണ്. നമ്മള് കോഴിക്കോടിനൊക്കെ വെച്ച് നോക്കുമ്പോ വൃത്തികേടാണ്. അപ്പൊ ഇനിയും ഇതിലും വലിയ വൃത്തികേടുള്ള സ്ഥലങ്ങൾ ഇനിയും കാണാം. ചേരി പ്രദേശങ്ങളാണല്ലോ മൊത്തം. കോഴിക്കോട് നല്ല വൃത്തിയാണ്. റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ ഫുഡിന്റെ ഒക്കെ ഒരു സംഭവം തന്നെ. നമ്മളിപ്പോൾ ഉള്ളത് ഫാൻസിയിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മളെന്താ ഓർഡർ ചെയ്തത്? വെജ് താളി. ചിക്കൻ താലി ഉണ്ട്. ഒക്കെ ഉണ്ട്. കിട്ടുമായിരിക്കും. മലയാളികളാണ്. ഐസേരി ഞാൻ ചുമ്മാ കൈയാട്ടണുണ്ട് പാര്. ആദർശ് പി സുരേഷ്. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആദർശ് പി സുരേഷ്. ഗൈസ് നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിന് കിട്ടി ഗൈസ്. അതെ അങ്ങനെ ഗൈസ് നമുക്ക് നമ്മളെ ഫുഡ് കിട്ടി ഗൈസ്. സ്റ്റാൻഡേർഡ് താള് എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിക്കാൻ. അത് ഇവിടെ ഒലിക്കണ നോക്കട്ടോ. ഓപ്പൺ ചെയ്ത് തരും നോക്കട്ടെ. എടാ ഇങ്ങനെ ചെരിക്കണ്ട. ഇതിന്റെ അകത്ത് ഇപ്പോ കുറച്ച് റൈസ് ഉണ്ട്, അതേപോലെ ഒരു ഗുലാബ് ജാമിന്റെ കഷ്ണം ഉണ്ട്, കുറച്ച് റൊട്ടി ഉണ്ട്, പിന്നെ കുറച്ച് കറികളുണ്ട്. എന്തെല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്ക്. ഗുലാബ് ജാമുനൊക്കെ കയ്യിലുണ്ട്. ജീരകട്ട ചോറ് കഴിച്ചു. എന്താ പാട്? കുഴപ്പമില്ല, കഴിക്കൂ. നല്ല ഗൈസ് എന്താ പാട്? ഫുഡ് കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ ഓരോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭാഗങ്ങളിലുള്ള ഫുഡിന്റെ ടേസ്റ്റുകളാണ്. സാധനം മോരിലെന്തോ നൈസ് രസമുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ പാളൊന്ന് വിചാരിച്ച് ഓർഡർ ചെയ്ത ഭക്ഷണം ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതെ, നല്ല രസമുണ്ട്. 100 രൂപയാണേലും പിടിച്ചു. ഞങ്ങള് വൈകുന്നേരത്തേക്കും കൂടി വാങ്ങി കുറച്ച് റൊട്ടി വാങ്ങിയിട്ടുണ്ട്. ആ റൊട്ടി അപ്പൊ തന്നെ തിന്നു. മൊത്തം നമ്മളെത്ര 20 റൊട്ടിയോ? 20 റൊട്ടി അതിന്റെ കൂടെ 8 റൊട്ടി. 20 റൊട്ടി ടോട്ടൽ 28 റൊട്ടി ഉണ്ട്. ആ 28 റൊട്ടി ഞങ്ങൾ 8 ആൾക്കാർ ഇരുന്ന് ഒറ്റയടിക്ക് നിർത്തി. പിന്നെ കുറച്ച് ചോറുണ്ട്. ഇപ്പൊ വൈകുന്നേരത്തേക്ക് ഒന്നും ഇല്ലല്ലോ. റസ്കും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും നമ്മള് ട്രാവൽ അതിനകത്തില്ല. നമുക്ക് ഇനി ആകെ എന്താ പറയാ, അന്ന് രാത്രിയോടെ നമ്മൾ ഏകദേശം ഡൽഹി കഴിയും. പിന്നെ നമ്മള് വേറെ ജമ്മു താവിക്കുണ്ട്. 9-ക്കുള്ളിൽ ജമ്മു താവിന്ന് പിന്നെ നേരെ നമ്മൾ ശ്രീനഗറിലേക്കാണ് പോണത്. അത് ഒരു 1.5 യാത്രയായിരിക്കും എന്നാണ് എന്റെ ഒരു വിചാരം. 7-8 മണിക്കൂറിനോളം നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യാണ്ട്. അപ്പൊ ഗൈസ് ഇത് ഡേ 3 ആണ്. ഡേ 3 നമ്മള് ഫുഡ് തട്ടിമുട്ടിയും കഴിച്ച് സർവൈവ് ചെയ്തു. അങ്ങനല്ല ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് എങ്ങനെ വെച്ചാൽ, അപ്പൊ വീട്ടില് എരിവുള്ള കറി ആണെങ്കിൽ നമ്മൾ പുറത്ത് പോയി ബിരിയാണി കഴിക്കാം. നിങ്ങള് അതൊഴിവായി എന്റെ അമ്മയെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കറിയെല്ലാം വളരെ ടേസ്റ്റ് ഉള്ളതാണ്. എനിക്ക് യെസ് അത് മിസ് ചെയ്യുന്നു. ഐ ലവ് മമ്മി, ഐ ലവ് യു. അമ്മക്ക് ഇതേ കിട്ടുള്ളൂ. കിട്ടണല്ലേ ഇഷ്ടപ്പെട്ടത്. കുറെ ആൾക്കാർ പറഞ്ഞു നോർത്തിലേക്ക് എത്തുമ്പോ ഭക്ഷണം പച്ച അലമ്പിലേക്ക് 2 കളിപ്പിച്ച് ഓർഡർ ചെയ്തത്. ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഒരാൾക്ക് ആദ്യം തിന്നാൻ കൊടുത്തിട്ട് 2 മണിക്കൂർ അയാളെ വാച്ച് ചെയ്യും. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വാച്ച് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ കഴിക്കും. ഞാൻ വെറുതെ പറഞ്ഞു. ഇനിയിപ്പോ എന്തായാലും നമുക്ക് നമ്മളെ യാത്ര തുടരാം. ഓക്കെ ഓക്കെ ബൈ. മേൽക്കൂര ഇല്ലാത്ത വീട്. പിള്ളേര് കളിക്കണോ? കുറെ നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മളൊരു സിറ്റി കണ്ടിരിക്കുകയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ച് മുണ്ടല്ലേ പാടം. അതെ, പാടം, നെൽവയല്, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കുറച്ച് കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ. അത് നമ്മൾ ആന്ധ്രാപ്രദേശിലാണ് അധികം കണ്ടത്. ഞങ്ങള് ആന്ധ്രാപ്രദേശിലാണ് അങ്ങനത്തെ കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. അതായത് നല്ല അതിട്ട ചിലപ്പോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടും. എല്ലാം കാണാം അല്ലേ? എല്ലാം കാണാം. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വെളുക്കി നിൽക്കുന്നതിനെ കുറിച്ചാണ്. വെളുക്കി കയറാൻ നല്ല പച്ചക്ക്. അതെ 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 ഞങ്ങളും കണ്ടു. നമുക്കത് നിരനിരയായി കാണാം. അതെ
ഭയങ്കര മോശം, ഞങ്ങൾ ചെയ്യാൻ പാടില്ല. ചൂട് ചായയും റസ്കും. അതിന്റെ ഇടയിൽ നമുക്ക് ഒരാളെ ചിക്കൻ ബിരിയാണി സെറ്റ് ആക്കി തരാറാണ്. തലശ്ശേരി ചിക്കൻ ബിരിയാണി ഡൽഹിയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാറാണ്. ഓക്കെ. ഇതുള്ളതാണോ കുറച്ചോനെ അറിയില്ലേ, നമ്മളെ കൂടെ ഒരുത്തൻ തന്നെ കേട്ടോ. ഓന്റെ ഫ്രണ്ട് ഡൽഹിയിലുണ്ട്. അപ്പൊ ഓന് എല്ലാരെയും പൈസ ഒരുപ്പിച്ചാണ്ട് ഒരു ചിക്കൻ ബിരിയാണി സെറ്റ് ആക്കി തരാറുണ്ട്. ഇതിലാണ് ശരിക്കും മുങ്ങണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ബിരിയാണി വന്നിട്ട് ബിരിയാണിന്റെ റിവ്യൂ കൂടി കണ്ട് നമുക്ക് ട്രെയിൻ യാത്ര ഏകദേശം അവസാനിപ്പിക്കാം ഗൈസ്. നമ്മള് ഒരു നല്ല അടിപൊളിയായിട്ട് വൈബാക്കി ചില്ലിപ്പുളിയാക്കി പോയി. പക്ഷെ കൊറേ വീട്ടിക്ക് എന്താ വാങ്ങിക്കൊണ്ടുപോകാ? നമ്മളിപ്പോ മധുരയിലാണുള്ളത്. ഫേമസ് ആയ മധുരയിലാണ് നമ്മളുള്ള ഗൈസ്. അതെ, നല്ല തണുപ്പുണ്ട് ഗൈസ്. ഓരോരുത്തരും നല്ല ആൾക്കാരും ഉണ്ട് ഗൈസ്. ഒരുപാട് നമ്മളെ വണ്ടി എടുത്താ ഞാന് എന്റെ ശരീരം വളരെയധികം പോത്തിന്റെ തൊലി ആയതുകൊണ്ടും തൊലിക്കട്ടി കൂടുതലായതുകൊണ്ടും ഞാൻ തണുത്താലും പറയണം. ചായ വടൈ 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 ചായ ചായ കാപ്പേ കാപ്പേ ഗരം സമോസ ഉണ്ട് കേട്ടോ. സ്വന്തം സ്റ്റോർ അങ്ങനെ വെറുതെ അല്ല പറഞ്ഞേ. മരുഭൂമിയുണ്ട്, മഞ്ഞുണ്ട്, ചാന്തുണ്ട്, ഇതോടൊരു കാര്യം നമ്മൾ ഉറപ്പിച്ചു. നമ്മളെന്തായാലും ഒരു ദിവസം വേറെ ഒന്നുമല്ല. നമ്മള് പുറത്തേക്ക് കുറെ പോകുന്നുണ്ടല്ലോ, ഇന്റർനാഷണൽ ട്രിപ്പ്. അതിന് മുന്നേ ആദ്യം നമ്മൾ ഇന്ത്യ എന്താണെന്ന് അറിയണം, ഇന്ത്യയെ കുറിച്ച് പഠിക്കണം, ഭാരത മാതാവ് എന്താണെന്ന് അറിയണം. എല്ലാ കൾച്ചർ വൈസ് ആണെങ്കിലും എല്ലാ ക്ലൈമറ്റ് വൈസ് ആണെങ്കിലും എല്ലാം ഉണ്ട് ഇന്ത്യന്റെ ഉള്ളിൽ തന്നെ. ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, ചണ്ടിയുള്ള സ്ഥലമാണെങ്കിൽ ചണ്ടിയുള്ള സ്ഥലം. അതെ, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ ഓൾ ഇന്ത്യ ഒന്നും പറയില്ല, പക്ഷെ അവനിങ്ങനെ ഓരോ കൊല്ലം ഓരോ സ്ഥലം കവർ ചെയ്യണം നമുക്ക്. പിന്നെ എല്ലാ ഇതിനപ്പൊ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഓരോ കൊല്ലം ഓരോ ചെറിയ ചെറിയ. ഇവിടുത്തെ കൾച്ചറൽ എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ മൊത്തത്തിലല്ലേ, കംപ്ലീറ്റ്ലി. കാവ്യ ഡ്രസ് ഇട്ട കുറെ ടീംസ് ഇവിടെ എല്ലാരും മറ്റേത് തൊട്ട് പലതരം വേഷവിധാനങ്ങൾ ആൾക്കാർ നമുക്ക്. എന്നാലും മൂപ്പര് സീറ്റ് വെച്ചപ്പോ കൊടുക്കാൻ ഞാൻ മോശമായി. വെരി ബാഡ്. വൃന്ദാവൻ എന്ന് പറഞ്ഞത് അവിടെ എഴുതിച്ചിന്. ഇവിടെ ശ്രീകൃഷ്ണൻ ജനിച്ച് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് ഒരു മറ്റേ അമ്മാവനായ കംസന്റെ മറ്റേതിലാണ്, ജയിലിന്റെ ഉള്ളില്. ജയിലിന്റെ ഉള്ളിലാണ് ജനിച്ചത്. എന്നിട്ട് പിന്നെ അവിടെ കംസന്റെ മറ്റെല്ലാരും എന്തോ ചെയ്യുന്ന പറഞ്ഞു. രാജാവ് എല്ലാ ഗർഭിണിയായ സ്ത്രീകളെയും കംസ അമ്മാവനല്ലേ, പെങ്ങന്മാരെ ജയിലടിച്ചിട്ട് അവിടുന്ന് കുട്ടി ഉണ്ടായപ്പോ ശ്രീകൃഷ്ണൻ അച്ഛന്റെ പേരൊക്കെ ചോദിക്കുന്നതാ. വസുദേവൻ അല്ലേ, അമ്മന്റെ പേരോ? വസുദേവൻ അച്ഛന് അമ്മ. ഈ കുന്തിദേവിയായിട്ട് കൃഷ്ണൻ എന്താണ് അത് വേറെ. കുന്തളദേവി, കുന്തിദേവി അമ്മ ആരേനു? ആ യശോദ. മൂപ്പരാളല്ലേ ഈ വെള്ളത്തിൽ ഇങ്ങനെ നീന്തുന്നത്, സാധനത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് എന്നിട്ട് അത് കിട്ടിയത് ആർക്കാ? യശോദക്കല്ലേ, വളർത്തമ്മ. ഒറിജിനൽ അമ്മേന്റെ പേരെന്താ? ശ്രീകൃഷ്ണന് അങ്ങനെ ഒരു കഥ ഉണ്ട്, അതായത് തോട്ടിലേക്ക് കഴുകി അങ്ങനല്ല. മൂസാനബിന്റെ കഥ. താടിയുള്ള മൂപ്പരില്ലേ ജയിലിൽ നിന്ന് കൊട്ടയിലാക്കി കൊണ്ടുപോയി. അപ്പൊ പെരും മഴ പെയ്തപ്പോ നദി രണ്ട് സൈഡിലേക്ക് മാറി. എന്നിട്ട് ആ നടുക്ക് കൂടെ അങ്ങനെ പോയി. എന്നിട്ട് മൂപ്പര് കൊട്ടയിലാക്കിയിട്ട്, ശ്രീകൃഷ്ണനെ കൊട്ടയിലാക്കിയിട്ട്, എന്നിട്ട് ഒരു മരത്തിന്റെ ചോട്ടിലൂടെ അങ്ങനെ എന്തോ ഇരുന്നപ്പോ പെരും മഴ പെയ്ത് പാമ്പില്ലേ, അത് വന്നിട്ട് മഴ നനയാതെ ഇങ്ങനെ നിന്നെടുത്ത് പ്രൊട്ടക്ട് ചെയ്ത്. അതാണ് ശ്രീകൃഷ്ണജയന്തിക്ക് അങ്ങനെ ഓട്ടോറിക്ഷ കറക്റ്റ്. പിന്നെ ഇത് എടുത്തു വളർത്തിയതല്ലേ നമ്മളെ യശോദ. അപ്പൊ ശരിക്കും ശ്രീകൃഷ്ണന്റെ അമ്മാവനാണ് കംസൻ. അപ്പൊ പെങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ പെങ്ങളെ കുട്ടി മുഖേനയാണ് കംസന്റെ മരണം. കുറെ കാലമുള്ള ആളല്ലേ. അത് രാവണ. നമ്മളിനി അല്പനേരം കൂടി ട്രെയിനില്. വാട്ട് വാസ് ദ എക്സ്പീരിയൻസ്? ഹൗസ് ദ എക്സ്പീരിയൻസ്? എന്ത് തരിക? അടിച്ചു മാറ്റി പോയാ ബാഗോ? സേഫ് അല്ലേ? ട്രെയിനിൽ നിന്ന് തരണ പുതപ്പ്.
സീറ്റ് തരാന്ന് പറഞ്ഞു. അതൊന്നുമില്ല, സീറ്റ് ഒന്നുമില്ല. അപ്പൊ സീറ്റുകൾ സംഘടിപ്പിച്ച് ഒരു വിചാരിച്ചാൽ ആരുമില്ല വിചാരിച്ചിട്ട് വേറെ ടൈമിലൊക്കെ കയറി ദേവകി is the original mother of പണ്ടിവനാണെന്ന് തോന്നുന്നു. സൂപ്പർ സൂപ്പർ യെസ്. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി സ്റ്റേഷനിലാണ്. നമ്മുടെ ബിരിയാണി സാഹിൽ എന്ന് പറഞ്ഞ ആളെ കയ്യിലുള്ളത്. അയാളെ തെരഞ്ഞെടുക്കുന്നതാണ്. ബിരിയാണി എവിടെയാണ്? ബിരിയാണി അവിടെ നിൽക്കാറില്ല. ബിരിയാണി തരാൻ ബിരിയാണി തരിക. സാഹിൽ എന്നാണ് ചെക്കൻ്റെ പേര്. സാഹിൽ സാഹിലുണ്ട് അവിടെ. സാഹിലേ ബിരിയാണി ബിരിയാണി ബിരിയാണി. സാഹിൽ ഫ്രം കേരള. സാഹിലുണ്ടോ? ഇതിൽ സാഹിലുണ്ടോ? സാഹിൽ ബിരിയാണി സാഹിൽ ബിരിയാണി സാഹിൽ. ഈ സാധനത്തിന് വേറെ ആരെയും പറഞ്ഞ് കൊണ്ടുപോകുമോ? ആൾക്കാർ പറഞ്ഞു. ബ്ലോഗിലുണ്ട് ചെറുതായിട്ട്. നമ്മള് ഡൽഹിയിൽ സാഹിലിനെ കാത്തിക്കാണ്. ബിരിയാണി സാഹിലുണ്ടോ? സാഹിലേ ബിരിയാണി സാഹിലേ. സാഹിലല്ലോ. സാഹിലൂടെ സൗണ്ടൊക്കെ പോയതാ. ബിരിയാണി എവിടെ? തലശ്ശേരി ബിരിയാണി എവിടെ? സാഹിൽ ബിരിയാണി സാഹിൽ. സാഹിലുള്ള റാഹിലാണല്ലോ. റാഹിലുണ്ടോ? തലശ്ശേരി ബിരിയാണിയുമായി റാഹിൽ എവിടെയുണ്ടോ? റാഹിലിനെ കണ്ടോ? ഇത് റാഹിലൊന്നല്ല. റാഹിലുണ്ടോ? റാഹിലില്ല. അയ്യോ ബിരിയാണി കിട്ടി. ബിരിയാണി കിട്ടൂലേ? കിട്ടോ? റാഹിലിനെ കിട്ടോ?